ഹലോ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ നിച്ചൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇതൊരു ഹോം വ്ളോഗാണ് കേട്ടോ ഗൈസ്. എൻ്റെ കണ്ണ് കണ്ടില്ല, എൻ്റെ കണ്ണ് ഇന്നലെ നൈറ്റ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെളുപ്പിന് ഒരു ഉറുമ്പ് കടിച്ചതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഇച്ചു വെൽക്കം പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു ഐറ്റം, ഇച്ചൊരു സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സാധനം വന്നിട്ടുണ്ട്. ഒരു എന്താ നിച്ചു ഓർഡർ ചെയ്തേ? കിച്ചൺ സെറ്റ്. ഒരു കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കാണിച്ചു തരാം. ഇത് നമ്മൾ വന്നു, സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യണം. ഈവനിങ് നമ്മൾ സെറ്റ് ചെയ്യും അല്ലേ നിച്ചു? ഈവനിങ് സെറ്റ് ചെയ്യാം കേട്ടോ. അവിടെ വെച്ചോ ബാ. ഇതാണ് നിച്ചുന് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ സൈക്കിളെ. ഡെക്കാത്തലോണിന്നാണ് വാങ്ങിയത്. നിച്ചിപ്പോൾ ഓടിച്ച് പ്രാക്ടീസ് ആയില്ലേ നിച്ചോ? ഇവിടെ നോക്കിയേ. ആദ്യം ഒരു 5 years മുന്നേ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് നിച്ചു ആദ്യം ബാക്ക് വീലൊക്കെ ഉണ്ടായിരുന്നു, 2 സപ്പോർട്ടിങ് വീൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സപ്പോർട്ടിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഒറ്റയ്ക്കാൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു സൈക്കിളും വാങ്ങി. ഹാപ്പി? ശരിക്കും ഞാനൊരു ഹോം വ്ളോഗ് കുറേ നാളിന് ശേഷം ഒരു ഹോം വ്ളോഗ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ നിച്ച സ്കൂളിൽ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ വീട്ടിലൊക്കെ പോയിട്ട് നൈറ്റ് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പം ഞങ്ങൾ അപ്പോൾ വിചാരിച്ചു ഇന്നൊന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും നിച്ചും കൂടി പോവാണ് അല്ലേ. ഞങ്ങൾ എവിടെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ മലപ്പുറത്താണുള്ളത്. അപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതൊക്കെ ഞാൻ ഷോർട്ടിലിട്ടിട്ടുണ്ടായിരുന്നേ. ഒരു വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും അതും ഞാൻ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ പോകുന്നത് സാംകോ എന്ന് പറഞ്ഞിട്ട്, സാംകോ എന്ന് പറഞ്ഞ മലപ്പുറത്ത് ഒരു അത്യാവശ്യം നല്ല ബിരിയാണിയാണ്. അവിടുത്തെ അടിപൊളി ബിരിയാണിയാണ്. നിച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഇന്ന് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ നല്ലൊരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് സാംകോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. മാറ്റി വെച്ചേ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാട്ടോ പോകുന്നേ. അപ്പ ഓഫീസിൽ പോയി. എന്താ പോയി? ബണ്ണ എവിടെ? അതെ, ഓക്കെ. അത് മാറ്റി വെച്ച നിച്ചു. അതെന്തിനാ നിച്ചു എടുക്കുന്നേ? മാറ്റി വെക്ക്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. നടക്ക്. അപ്പം ഞങ്ങൾ അതിന് പോവാം. ബൈ കാണിക്കട്ടെ. ഇറങ്ങോ. ഞങ്ങൾ പുറത്ത് പോയി വന്നു. ഇനി നിച്ചു അടുത്ത പരിപാടി സൈക്കിളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിച്ചു ഇതിലേ കേട്ടോ സൈക്കിൾ ഓടിച്ച് പഠിച്ചത്. ഗ്രൗണ്ടിൽ പക്ഷേ സൈക്കിൾ ഓടിച്ചിട്ടില്ല. ഇവിടെ ഒരു കൊച്ചിൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ ഓടിച്ച് പ്രാക്ടീസ് ആയതാണ്. ഇങ്ങോട്ട് വാ. കുറച്ചേരം ഓടിച്ചാൽ മതി, ഇനി പഠിക്കണം കേട്ടോ. ടൈമോ 2 o'clock കഴിഞ്ഞു. 3 o'clock ആവാനായി. വേഗം വാ.
കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ, പിന്നെ അതേപോലെ കുറച്ച് പൊട്ടറ്റോ, പിന്നെ നമ്മൾ വാങ്ങിയത് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണം. കണ്ടില്ലേ, എൻ്റെ കണ്ണ് ഇപ്പോഴും ഒന്ന് ശരിക്കും ശരിയായിട്ടില്ല. അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പം ഇന്നലെ ഇപ്പം ലേറ്റായിട്ടാണ് വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഞാൻ ഇനിച്ച് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ നൈറ്റ് ഇനി എന്തായാലും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികൾ, വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെ നിച്ചുവിന് സാമ്പാർ കൊടുത്ത് വിടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് നൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നാളെ രാവിലെ മോർണിംഗ് കുറച്ച് ഈസി ആയിരിക്കും നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം. നിച്ചു യൂഷ്വലി എപ്പോഴും നിച്ചുവിന് ഇഡ്ഡലി സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഇഷ്ടം. പിന്നെ അത് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകാനും ഇഷ്ടം, ഇഡ്ഡലി സാമ്പാറാണ്. പിന്നെ കുറച്ച് കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. കിച്ചണിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങി വെച്ചപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കാം. ഞാനൊന്നും അങ്ങനെ ശരിക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടി ഞാനെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന കുറേ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ വെക്കുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എടുക്കാനായാലും ഒന്നും അവിടെ ഇവിടെയും ഒന്നും അങ്ങനെ മിക്സായിട്ടും ഭയങ്കര കൂടിക്കിടക്കുന്ന പോലെ ഉണ്ടാവില്ല. നമുക്ക് ഓരോന്നും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ്, പിന്നെ കിഴങ്ങ്, അതേപോലെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ആദ്യം വേവിക്കുകയാണ്. ഇച്ചു കളിക്കാൻ പോയേക്കാട്ടോ. ഇപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ കുറേ പിള്ളേരുള്ളതുകൊണ്ട് കുറച്ചധികം നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. ഇവിടെ ഈ ഫ്ലോറിൽ തന്നെയാണ് കളിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് നേരം നമ്മളിത് കുറച്ച് നേരം TV ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കുറച്ച് TV ഒക്കെ കണ്ടിട്ട് അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നിച്ചു വരും. എന്നിട്ട് നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ഇപ്പോൾ ഇച്ചിരി മാറ്റമുണ്ട് രാവിലത്തെ ഇന്ന്. ഇപ്പോൾ ഈ ഒരു സമയപ്പം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉറുമ്പൊക്കെ, എനിക്ക് ഉറുമ്പ് കടിക്കുന്ന അലർജി ഉണ്ട് കേട്ടോ. ചില ഉറുമ്പ് എന്നെ കടിച്ച് എനിക്ക് അലർജി. 2 തവണ അങ്ങനെ എനിക്ക് ഉറുമ്പ് കടിച്ചിട്ട് ഫുള്ളും സ്കിന്നൊക്കെ അങ്ങനെ തടിച്ച് വന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. ഇത് കറക്റ്റ് ഇവിടെ തന്നെ കടിച്ചത്. അപ്പോൾ ഇത് കുഴപ്പമില്ല. സാധാരണ നമ്മളങ്ങനെ ഉറുമ്പ് കടിച്ച് കഴിയുമ്പം നമുക്കിനി അലർജറ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ചില ഉറുമ്പിന് എന്തോ ഒരു വിഷാംശമോ അങ്ങനെ എന്തോ ഉണ്ട്, ചില ടൈപ്പ് ഓഫ് ഉറുമ്പ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ മഞ്ഞളൊന്ന് നല്ല പച്ചമഞ്ഞളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ തന്നെ അത് കുറയും. കാരണം മഞ്ഞളിന് ആ ഒരു പവർ ഉണ്ടല്ലോ, നമ്മൾ ഈ പോയിസൺ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനുള്ളൊരു അതിനുള്ളൊരു കണ്ടൻറ്റ് അതിലുണ്ട്. പക്ഷെ ഞാൻ കണ്ണായതുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്. എന്നാലും സാധാരണ വന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉറുമ്പ് കടിച്ച് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് അങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും ഞാൻ പച്ചമഞ്ഞൾ തേക്കുമ്പോൾ അത് കുറയാറുണ്ട്. അല്ലെങ്കിൽ ലാക്ടോകലാമിൻ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെ അലർജറ്റിക് ആവുന്ന സമയത്ത് നമ്മൾ ലാക്ടോകലാമിൻ തേക്കുവാണെങ്കിലും ആ അലർജി ഒന്ന് കുറയും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ അലർജി? സാധാരണ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലവർക്ക് ഫുഡിൻ്റെ അലർജി ആയിരിക്കാം, ചിലവർക്ക് ഉറുമ്പ് അലർജിയാണ്. അങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ അലർജി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ ചായ വെച്ച കാര്യം മറന്നുപോയി. ഞാൻ ചൂടാക്കാൻ വെച്ചതായിരുന്നു. അപ്പോഴാണ് ഞാൻ TV കാണാൻ പോയത്. അതിൻ്റെ ഇടയിൽ ചായയുടെ കാര്യം മറന്നുപോയി. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ രാത്രിയാവുമ്പം നല്ല കാറ്റ് വരും. അപ്പം ഇവിടെ ഇങ്ങനെ വന്ന് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും. ഒരു ചായ കുടിക്കുകയാണ്. ഈ ഗ്ലാസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിലെ ഡിസൈൻസാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ട്രാവൽ, സിഡ്നി, പാരീസ്, ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ, ടോക്കിയോ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ, ഈജിപ്ത്, ബെർലിൻ എന്നൊക്കെ പറഞ്ഞ്, ന്യൂയോർക്ക്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പം ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ഗ്ലാസ്, ഈ കപ്പ്. കട്ടൻ കുടിക്കുവാണേ.
എത്ര നേരം എന്താ കളിക്കാൻ പോയത് നിച്ചു? ആ, നിച്ചുവിൻ്റെ വന്ന കിച്ചൺ സെറ്റ് എടുത്തിട്ടുള്ള പരിപാടി തുടങ്ങി. നിച്ചു അപ്പം വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നേ, ഈ കിച്ചൺ സെറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ചെറിയ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ നിച്ചു, അതല്ലേ സ്റ്റിക്കറാണോ? ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഇടാനുണ്ട്. ബാറ്ററി വാങ്ങിയിട്ടുണ്ടോ? ആ പിക്ചർ, ആ ഫ്രണ്ടിലെ പിക്ചർ കാണിച്ചു കൊടുക്ക്, അത് കാട്ടിക്കൊടുക്ക്. നിച്ചു വെയിറ്റിംഗ് ആയിരുന്നു അപ്പ വന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സൈറ്റ്മെന്റ്. നിച്ചു അറിഞ്ഞില്ല അല്ലേ അപ്പ വന്നത്? അതല്ലേ ഇത്ര നേരം കളിച്ചോ? അപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ, അതല്ല ഇത്ര നേരം വരാതിരുന്നേ. നിച്ചു ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല പണിയാണല്ലോ. ആ പിക്ചർ നോക്കി നോക്കിയേ, ആ ബോക്സിന്റെ മേലൊരു പിക്ചറുണ്ട്. എവിടെ പോവാ? അതൊക്കെ വേണോ ഇത് സെറ്റ് ചെയ്യാൻ? ആ, അതിന്റെ സൈഡിൽ എങ്ങാണ്ട് എന്തോ നിച്ചു രാവിലെ നോക്കിയത്. അത് ഇതിലാണോ നോക്കിയത്? സ്റ്റെപ്പ് വൈസ് എന്തോ ഉണ്ടായിരുന്നു. അത് ഏതില്? ആ, ഏതോ ഒന്നില് നോക്കിന്ന് പറയണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? ആ ബോക്സിന്റെ ഉള്ളിൽ നോക്കിയേ. എന്തോ ഒരു സംഭവം ഞാൻ രാവിലെ കണ്ടായിരുന്നു. അല്ല, ഇത് വന്നപ്പോ കണ്ടായിരുന്നു. നമ്മളത് നോക്കിയില്ല നിച്ചു. നിച്ചും തുടങ്ങിയ പരിപാടി. ഇത് കൊറേ ഐറ്റംസ് ഉണ്ട് അല്ലേ? എത്ര ഐറ്റംസാ? 42ഓ? ഏത് മിസ്സിംഗ് ഉണ്ടോ? നമ്മള് ചെറുതായിരുന്നപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. ബാറ്ററി അതിന്റെ അടിയിലാ. അതാണോ? ആ, അത് ആദ്യം അപ്പൊ അത് സെറ്റ് ചെയ്യട്ടെ മൊത്തേ. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിന്റെ അടി കാണിച്ച് വിട്ടരി നീട്ടാം. ഇതും വെക്കണം. ഈ സംഭവം അതെന്തേലും സെറ്റ് ചെയ്യാനുണ്ടോ അവിടെ വെക്കാൻ? ആദ്യം അത് സെറ്റ് ആക്കട്ടെ എന്നിട്ടല്ലേ. ഇവിടെ ഒരു ബട്ടണുണ്ട്. എവിടെ? ആ, ഇതിൽ വാട്ടർ വരും. ഈ സൗണ്ടിന്റെ ഇതിനുള്ളിൽ വെക്കുക. ഇതിനുള്ളിൽ വാട്ടർ എന്നിട്ട് ഇരുന്നേക്കും വരുവാനോ. ഓക്കെ. ഇതെന്താണ് പോലും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഒരു സാധനം ഉണ്ടാക്കി ഗൈസ്. ഇതാട്ടോ സെറ്റ് ചെയ്തിട്ട് കാണാം അല്ലേ? ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ വരട്ടെ. അപ്പൊ എന്തോ എടുക്കാൻ പോയതാ കുഞ്ഞാ? ഞാൻ കണ്ടുപിടിച്ചു. കുട്ടി വെക്കണം. അങ്ങനെയല്ലടാ. അതിട്ട് ഈ സാധനം ഇതപ്പോ വെച്ച് തരാം. ഡോണ്ട് വറി, മാറ്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ. ഗ്യാസ് ഓണാക്കി. ഓക്കെ.
ഇതിൽ ബാറ്ററി ഇട്ടു കേട്ടോ നമ്മള്. 2 ബാറ്ററിയാണ് ഇട്ടത്. 3 ബാറ്ററിയോ? 3 ബാറ്ററി ഇട്ടിട്ടുണ്ട്. ആ ഏത് സാധനം അധികപ്പറ്റായി പോയി? ഇതിപ്പോ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു. ഒട്ടിക്കാനുണ്ട്. അതാണോ ആ സ്റ്റിക്കർ? ഓക്കെ, പരിപാടി കൊള്ളാലോ. ആ ഫാനിട്ടോ. ഇവിടെ ഇരുന്നല്ലേ ചെയ്യുന്നേ? അതെന്താ സാധനം? എന്താ? ഓ, ഷ്രിമ്പ് ഒക്കെ ഉണ്ടോ? ആ, ടൊമാറ്റോ സോസ്. സംഭവം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയാട്ടോ. എങ്ങനെയായിരിക്കുന്നത് കാണുമ്പോൾ. ഉണ്ടാക്കാൻ പോകുന്നേ ഇന്നൊന്നും തരുന്നില്ല. ഇന്ന് സെറ്റ് ചെയ്തൊരു ക്ഷീണം എന്നില്ല അമ്മയ്ക്ക്. മാറിക്കോ. ഏത് ഹോട്ടല്? വെള്ളോ? ശരിക്കും? അതെന്തിനാ? വെള്ളം ഒഴിച്ചാ പുക വരുമോ? ഇത് എവിടുന്നാ കണ്ടേ? വന്നോ? മതി. ഉച്ചൻ്റെ കിച്ചൺ സെറ്റ് റെഡിയാക്കി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ വെള്ളം തോരും പൈപ്പിൽ. അത് തന്നെ ഈ വാട്ടർ തന്നെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അടിപൊളി സംഭവം കേട്ടോ. എത്ര ഇതിൻ്റെ റേറ്റ്? എത്ര ഇതിൻ്റെ റേറ്റ്? 730 റേറ്റ് ഇതിൻ്റെ. പക്ഷെ നല്ല സംഭവമാണ്. കുറച്ച് സമയം എടുത്തു അല്ലേ സെറ്റ് ചെയ്യാൻ? നോട്ടഴിച്ച് നോക്കട്ടെ. ഇതാ നമ്മൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. സാമ്പാറും റെഡി ആയിട്ടുണ്ട്. നിച്ച് കുളിച്ച് ഫ്രഷായിട്ട് വന്നിവിടെ പഠിക്കുന്നേ. നിച്ച് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. നീ കുറച്ച് നേരം കളിച്ചിട്ട് വേഗം പഠിക്കണം കേട്ടോ. ഹോംവർക്ക് ഉണ്ട് ചെയ്യാനേ കേട്ടോ. വേഗം കഴിക്കേ. സൗണ്ട് ഇച്ചിരി കുറയ്ക്കുമോ? ടിവിയുടെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കുമോ? കൂട്ടാനല്ല, കുറയ്ക്കാനും മുത്തേ പറഞ്ഞേ. വേഗം കഴിക്കേ. ഹോംവർക്ക് ചെയ്യാട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഫുഡ് കഴിക്കട്ടെ. നീ എന്താ കാണിക്കുന്നത്? കഴിക്കും. ഡ്രസ്സിലാക്കല്ലേ. വേഗം കഴിക്കട്ടോ. എന്റെ കണ്ണുണ്ടോ? ഇപ്പൊ ശരിയായില്ലേ? കുറച്ച് കഴിച്ചേ, ഫുഡ് കഴിച്ചേ. ഇതെന്ത് സ്ലോയാ. ഇനി ഹോംവർക്കൊക്കെ ചെയ്യണം. കഴിക്കും. ടി വി കണ്ടോണ്ട് കാണില്ലേ? കഴിക്കല്ലേ. പറഞ്ഞെഴുത്. യെല്ലോ മാംഗോ. പിന്നെ അതിന്റെ ഒരു സൈഡ് ഇവിടെയും കൂടി എഴുതിക്കോ. കുറച്ചുകൂടി ഒരു സൈഡ് ഒന്ന് എഴുതിയാൽ മതിയോ? ഒന്നുകൂടി എഴുതണ്ട. ഇവിടെ എഴുതാൻ സ്പേസ് ഉണ്ടല്ലോ. ഇത് സെയിം ഇത് തന്നെ ഇവിടെ ഒന്നുകൂടി എഴുതുക. കുറച്ച് സ്പേസിൽ എഴുത്. ലൈറ്റ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വേണ്ട അല്ലേ? ലൈറ്റ് ഓഫ് ചെയ്തോ. കാരണം നമുക്ക് അല്ലാതെ കാണുന്നുണ്ട്. അതിലൊന്നുകൂടി നന്നായിട്ട് നിൽക്ക്. മാറ്. ഓഫ് ചെയ്ത് എഴുത്. യെല്ലോ മാംഗോ. ഇവിടെ ഇച്ചിരി ഇവിടുന്ന് എഴുതിക്കോ.
W മാംഗോ എഴുതാതെ സ്പേസ് വേണേ. എഴുതിക്കോ. A double P ആപ്പിൾ ആണ്. ആപ്പിൾ. Double P L E. ഓക്കെ, അതിന് ഇവിടെ എഴുതാം. കുറേ കാലത്തിന് ശേഷമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിയിട്ട് UKG-യിലും LKG-യിലും ഇങ്ങനത്തെ വീഡിയോ ഒട്ടും എടുത്തിട്ടില്ല. ഇല്ല, ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. സമാനം ഒന്നുകൂടെ ഇടാൻ പോവാണ് guys. R E E A P P L E. റെഡ് ആപ്പിൾ കഴിഞ്ഞില്ലേ? റെഡ് ആപ്പിൾ കഴിഞ്ഞു, 3 ആക്കി. ആ ഓക്കെ, ഇനി അടുത്തത് യെല്ലോ ബനാന. യെല്ലോ ബനാന പറഞ്ഞെഴുതണേ സ്പെല്ലിങ്. യെല്ലോ ബനാന. അത് മതി എന്നാ. ഞാൻ അടുത്ത വേർഡ് എഴുതാം. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു ഡേ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഹോം വ്ളോഗ്, നമ്മുടെ ഇന്നത്തെ ഒരു ആക്ടിവിറ്റീസ്, ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ വന്നിട്ടുള്ളത്. എൻ്റെ കണ്ണ് ഏകദേശം ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നു. ഞാനും ഇനി ഉറങ്ങാൻ പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ പുറത്തൊന്നും പോയില്ല കേട്ടോ. കാരണം മീച്ചുവിൻ്റെ കിച്ചൺ സെറ്റ് ചെയ്യുന്നതിൽ നല്ല ടൈം പോയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയില്ല. സോ നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. കുറേ നാൾ ശേഷമാണ് ഞാനൊരു ഹോം വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.